അന്നത്തെ റേറ്റ് ആണ് കാണുന്നത്. ഇവിടെ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നില്ലേ നമ്മളൊക്കെ? ആ മോളിലേക്ക് നോക്കും കാണുന്നത്. വാ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. രതീഷാണ്. പട്ടാമ്പിക്കാറ്റിന്റെ മറ്റൊരു ചെറിയൊരു വീഡിയോ ആണ്. 4K യുഗത്തിന്റെയും ഡിജിറ്റൽ യുഗത്തിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ കാലഘട്ടങ്ങളിൽ വീണുപോയിട്ടുള്ള തിയേറ്ററുകൾ 2-3 ഉണ്ട്. അതിലത്തെ പട്ടാമ്പിയിലെ പാലത്തിന്റെ ഇപ്പുറത്തുള്ള നമ്മളെ ശ്രീരാഗം തിയേറ്ററിൽ നിന്നും പേര് മാറി വന്നിട്ടുള്ള വേറൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ആ തിയേറ്ററിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാ, ഇതാണ് ആ തിയേറ്റർ കേട്ടോ. തിയേറ്ററിന്റെ പേര് ജയ് മൂവീസ് എന്നായിരുന്നു. ജയ് മൂവീസ്. ഇതില് ലാസ്റ്റ് ഉണ്ടായിരുന്ന പടം ഏതാന്നുള്ളത് ഒരു ഓർമ്മ കിട്ടണില്ല. അത്യാവശ്യം ഒരു 2001 ഈ തിയേറ്റർ നിലവിൽ വന്നതെന്നാണ് എൻ്റെ ഒരു തോന്നല്. ഒരു കാഴ്ചപ്പെട്ട ഇവിടുത്തെ കണക്കുകൾ നോക്കുമ്പോൾ 2001 ഈ തിയേറ്റർ പുതിയൊരു തിയേറ്ററായിട്ട് പണി കഴിപ്പിച്ച് വന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കി നോക്ക്. അതേ തിയേറ്ററിൽ അല്ല, ഞാനൊരു തമിഴ് സിനിമയാണ് ഇത് വെച്ച് കണ്ടത്. കാണിച്ചിട്ട് ഇതിന് മുന്നിൽ കൊടുത്തിട്ട് തട്ടിയിറക്കണോക്ക്. ഈ ഏരിയയിലുള്ള സകല വേസ്റ്റും ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടാണ് തട്ടിയിറക്കണത്. അതുപോലെ ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. വർഷങ്ങൾക്ക് മുന്നേ അടിപൊളിയായിട്ട് പടം കണ്ടിരുന്ന തിയേറ്ററിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയാ. ഇപ്പൊ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് ഇവിടെ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നില്ലേ നമ്മളൊക്കെ? ഞാൻ ഇവിടുന്ന് 2 സിനിമയായിട്ട് കണ്ടിരിക്കണം കേട്ടോ. വേറെ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈ പൊത്തുകൂടെ കൈയിട്ടിട്ട് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തായിരുന്നു. ഇതെന്താന്നറിയോ? ഇത് അന്നത്തെ റേറ്റ് ആണ് കാണുന്നത്. തിയേറ്ററിലെ പടത്തിന്റെ RS 15 രൂപ ഒരു ടിക്കറ്റിന്. സ്ത്രീകളുടെ സെക്ഷൻ ആട്ടത്. സ്ത്രീകളുടെ ടിക്കറ്റ് എടുക്കുന്ന സെക്ഷൻ അത്. ഇവിടെ കൈയിട്ടിട്ട് നോക്കിയിട്ട് എടുത്തിരുന്നത്. ഇത് സ്ത്രീകളുടെ സെക്ഷനും അത് പുരുഷന്മാരുടെ സെക്ഷനും. 15 രൂപ ഒരു ടിക്കറ്റിന്. കാലഘട്ടം എത്ര ബാക്കിലേക്ക് പോയില്ലേ? ഇപ്പൊ 130, 150, 200, 250 അല്ലേ? അതേ സിനിമ. എന്നിട്ട് വല്ല ക്വാളിറ്റി ഉള്ള സിനിമയാണ് കാണുന്നത്. ഇതിലൊക്കെ കണ്ട സിനിമ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ടിരുന്ന തിയേറ്ററിന്റെ ഉള്ളിലത്തെ കോലാണ് മക്കളെ ഈ കാണുന്നത്. വാ, കണ്ടാ അവസ്ഥ? ആ കാണുന്നിടത്ത് സ്ക്രീന്, ഇവിടെ മുഴുവനും സീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2000 കാലഘട്ടങ്ങളിലത്തെ തിയേറ്ററിന്റെ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത്. കാലഘട്ടങ്ങളിലെ തേന്മാവും കൊമ്പത്തും അതുപോലത്തെ സിനിമകളൊക്കെ ഇറങ്ങിയിരുന്ന ആ കാലഘട്ടങ്ങളിലത്തെ തിയേറ്ററില്ലേ, ഇപ്പൊ നമുക്ക് ചില സിനിമകളിലാണ് കാണാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ തിയേറ്റർ. ഒരു വിധമൊക്കെ പൊളിഞ്ഞു പോയിരുന്നു അല്ലേ? ആ ഭാഗത്ത് കാണാൻ ഹൈറ്റ് കൂടിയ ഒരു സാധനം കണ്ടോ? ആ പൊത്തിന്റെ ഉള്ളില് സബ് വൂഫറും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടം. ഇന്ന് സറൗണ്ടായി മുകളിൽ നിന്നും താഴത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും സ്പീക്കറും അതുമാതിരി ഊഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല എഫക്റ്റിൽ അടിക്കുമ്പോൾ ആ കാണുന്ന സ്ഥലത്തു നിന്നും മാത്രമായിട്ടാണ് നമുക്ക് കറക്റ്റ് ലിപ്പിന്റെ സൗണ്ട് മ്യൂസിക് വന്നിരുന്നത് അല്ലേ? നോക്കി നോക്ക്. ഈ ഇടയിൽ ഇത് കണ്ടപ്പോൾ ഞങ്ങളെന്നെ കാണിക്കണേ വിചാരിച്ചു. ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട് പറഞ്ഞപ്പോഴേ ഞങ്ങളെന്നെ കാണിക്കണേ വിചാരിച്ചു. കംപ്ലീറ്റ് പഴയ സാധനം ഉണ്ട്. ഇതിന് മുകളിലത്തെ ഈ കാണുന്ന സംഭവങ്ങൾ മുഴുവനേ പൊട്ടി വീണിട്ടാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇതിന്റെ മുകളിലത്തെ സീലിംഗ്.